പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 22 1 മുതൽ 21 വരെയുള്ള വേദാംശങ്ങൾ, 1 വരെയുള്ള വാക്യങ്ങൾ. താൻ അനുഭവിക്കേണ്ടി വന്ന വിധികളെ വിവരിക്കുകയാണ്. താൻ അനുഭവിക്കേണ്ടി വന്ന വിധികളെ വിവരിക്കുകയാണ്. ആ വിധികൾ ബ്രാക്കറ്റിൽ ആ വിധികളിൽ നിന്നും യഹോവ വിടുവിക്കുന്നതിലുള്ള സ്തോത്ര സ്തുതികളുമാണ് 2 ബ്രാക്കറ്റിൽ രണ്ടാം ഭാഗത്തിന്റെ വിഷയം. 2 ബ്രാക്കറ്റിൽ രണ്ടാം ഭാഗത്തിന്റെ വിഷയം. ഈ സങ്കീർത്തനം, സ്പീഡ് കൂടി പോണേ പറയണേ, ഈ സങ്കീർത്തനം ദാവീദിന്റെ കഷ്ടതയെ വിവരിക്കുന്നതാണ്. എന്ന് ചില പണ്ഡിതന്മാരും അതല്ല, ഹിസ്കിയാ രാജാവിനുണ്ടായ വിടുതലാണ് ഇതിന്റെ വിഷയം. എന്ന് മറ്റു ചില പണ്ഡിതന്മാരും അതും അല്ല, യിരെമ്യാവിന്റെ കഷ്ടതയാണ് ഇവിടത്തെ വിഷയം. എന്ന് മൂന്നാമത്തെ ഒരു അഭിപ്രായവും നിലവിലുണ്ട്. ഇതിനു പുറമെയാണ് പുതിയ നിയമ എഴുത്തുകാർ ഈ സങ്കീർത്തനത്തിലെ പല ഭാഗങ്ങളും ആമേൻ സ്തോത്രം. ഇവിടത്തെ വിഷയം എന്ന് മൂന്നാമത്തെ ഒരു അഭിപ്രായവും നിലവിലുണ്ട്. അതൊരു എഴുതി. ഇതിന് പുറമെയാണ്, അത് എഴുതിയായിരുന്നോ? ഇല്ല. ഇതിന് പുറമെയാണ് പുതിയ നിയമ എഴുത്തുകാർ ഈ സങ്കീർത്തനത്തിലെ പല ഭാഗങ്ങളും ക്രിസ്തുവിന്റെ കഷ്ട അനുഭവങ്ങളുമായി
ക്രിസ്തുവിന്റെ കഷ്ട അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ് പുരാതന ഇസ്രായേലിലെ സങ്കീർത്തന രചയിതാക്കളിൽ ഒരാൾ തന്റെ അനുഭവത്തെ വിവരിക്കുന്നത്. അതേസമയം പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ഇത് ക്രിസ്തുവിൽ നിറവേറിയതിൽ ക്രിസ്തുവിന്റെ കഷ്ട അനുഭവങ്ങളുടെ വെളിച്ചത്തിലും വളരെ തീവ്രമായ വിവരണങ്ങളും അനുഭവങ്ങളും വിവരിച്ചിരിക്കുന്ന ഈ സങ്കീർത്തനം ക്രിസ്തുവിന്റെ കഷ്ടങ്ങളെ ധ്യാനിക്കുവാൻ ഏറ്റവും ഉചിതമാണെന്ന് മാർക്കോസിന്റെയും മത്തായിയുടെയും സുവിശേഷങ്ങളിൽ ഇതിലെ പല വാക്യങ്ങളും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തോട് ചേർത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഒരു വാക്യം നിങ്ങൾ ഒരാൾ വായിക്കണേ, പുതിയ നിയമത്തിൽ നിന്ന്. മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായം അതിന്റെ 46-ാമത്തെ വാക്യം ഒരാൾ വായിക്കണം. രണ്ടാമത്തെ ആള് മാർക്കോസ് 15-ന്റെ 34. വായിച്ചോളൂ, സരസ്വസെ വായിച്ചോളൂ. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശെടുത്ത് ഇത് രക്തവിലയാകയാൽ സ്ത്രീ ഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടിയാലോചിച്ച് പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി. ആകയാൽ ആ നിലത്തിന് ഇന്ന് വരെ രക്തനിലം എന്ന് പേർ പറയുന്നു. നെക്സ്റ്റ്
നെക്സ്റ്റ് അടുത്ത അധ്യായം. 9-ാം മണി നേരത്ത് യേശു എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് അർത്ഥമുള്ള എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. അപ്പൊ ഈ രണ്ട് അധ്യായത്തിലെ വാക്കുകളും ഏത് അധ്യായത്തിലുണ്ട്? നമ്മളിപ്പോ എഴുതിയ 22-ാം അധ്യായത്തിലുണ്ട്. അതാ പറഞ്ഞത് നിസ്സാരമായിട്ട് ഈ അധ്യായം കാണരുത് എന്ന് പറഞ്ഞു. അതാ ആദ്യത്തെ വാക്ക് കേട്ടോ, ഇതിന്റെ 1-ാമത്തെ വാക്യത്തിൽ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ഈ വാക്കാണ് ആമേൻ മാർക്കോസിലേക്ക് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ അധ്യായത്തിനകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ 11-ാമത്തെ വാക്യത്തിലേക്കും ഇതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്കും നമ്മൾ വരുമ്പോ അവിടെ കാണുന്നതാണ് മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യം. അപ്പൊ നോക്കൂ, ദാവീദിന്റെ ജീവിതത്തിനകത്ത് വന്ന കഷ്ടതകൾ. അതുപോലും പറയാറില്ലേ, കർത്താവേ ആമേൻ ഇന്നലെ മെസ്സേജ് പറഞ്ഞ അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞ ആ ദേവദാസിയുടെ ശരീരം നിങ്ങൾ കണ്ടോ? അതിന്റെ ആമേൻ ആ ശരീരത്തെക്കാളും 7 മടങ്ങ് വൃണം നിറഞ്ഞ ഒരു ശരീരമാണ് ആമേൻ ഇയ്യോബ് എന്ന അഭിഷക്തന്റെ ശരീരം. അപ്പൊ ശ്രദ്ധിക്കണം, ഈ നൂറ്റാണ്ടിലും ദൈവത്തിന് പ്രവർത്തിപ്പാനുണ്ട്. സ്തോത്രം. അപ്പോ ഈ 2 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും ഒന്നുകൂടെ നമ്മൾ ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ, ഒന്നുകൂടെ നമ്മൾ ഇതിനെ ഒന്ന് ആഴത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ 21 വാക്യത്തിനകത്ത് നിന്ന് ആമേൻ പിന്നെ ഉണ്ട് 10 വാക്യങ്ങൾ. അത് അടുത്ത തട്ടാണ്. അപ്പൊ ഇത് യേശു കർത്താവ് അനുഭവിച്ച അതേ കഷ്ടതയിൽ കൂടെ ആര് കടന്നുപോയി? വേണ്ടി ആര് കടന്നുപോയെന്നറിയാമോ? ദാവീദ് കടന്നുപോയി. സ്തോത്രം. ആമേൻ. നമ്മൾ പലപ്പോഴും പറയാം, കർത്താവേ നീ പോയ പാതയിൽ കൂടെ ഞാനും ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ പറയാറില്ലേ? സ്തോത്രം. അപ്പോ ഈ ആമേൻ സ്തോത്രം ദാവീദും യേശുവിന്റെ കഷ്ടതയിൽ കൂടെ എന്ത് ചെയ്തു? കടന്നുപോയി. അതുപോലെ തന്നെ അടുത്ത വ്യാഖ്യാനം പറയുന്നത് എന്താണ്? ഹിസ്കിയാ രാജാവും ഇതേ കഷ്ടതയിൽ കൂടെ എന്ത് ചെയ്തു? കടന്നുപോയി. അവർക്കൊരു കൺഫ്യൂഷനായി. ഹിസ്കിയാവിനെ യിരെമ്യാവിനെ എടുത്ത് ഫ്രണ്ട് ഇട്ടിട്ട് ഇവർക്ക് തന്നെ വ്യാഖ്യാനിക്ക് തന്നെ ഇത് ആരെ ഇതിനകത്ത് കൊള്ളിക്കണം അവർ പരിശോധിച്ചു തുടങ്ങി. അപ്പോഴാണ് അടുത്ത പുസ്തകത്തിലേക്ക് വരുന്നത്. ആമേ എന്റെ ദൈവമേ യേശു കർത്താവിന്റെ മൊഴികളിൽ ഒന്നായിട്ട് ഈ 22-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ആമേ. ദയവായി 5-10 മിനിറ്റ് നമ്മൾ വചനത്തിന് മുമ്പിൽ ഇരിക്കരുത്. കേവലം 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഇരുന്നേ പറ്റൂ. സ്തോത്രം. അല്ലെങ്കിൽ തെറ്റിപ്പോവാൻ ഒത്തിരി ചാൻസുകളുണ്ട്. സ്തോത്രം. 1 മണിക്കൂർ, 2 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് ദശാംശം. അതിൽ 1 മണിക്കൂർ ആമേൻ തുടർച്ചയായി നിങ്ങൾ ഇരുന്ന് നോക്കൂ. 1 മണിക്കൂർ ഇത് ഈ വേദപുസ്തകത്തിന് മുമ്പിൽ എന്റെ മേശപ്പുറത്ത് ഒരു 4-5 പുസ്തകം ഇരിപ്പുണ്ട്. ഈ പുസ്തകത്തിന്റെ വലിപ്പം നിങ്ങൾ നോക്കിക്കേ. ഇത് ഒരു വ്യാഖ്യാന പുസ്തകമാണ്. അപ്പൊ ഓരോ പുസ്തകങ്ങളും നമ്മൾ നിരത്തി വെച്ച് ഓരോ മണിക്കൂറുകൾ ഇതിന്റെ മുമ്പിൽ ഇരിക്കണം. അല്ല സങ്കീർത്തനത്തിനകത്ത് നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സങ്കീർത്തനത്തിനകത്ത് നിന്ന് ദൈവം എന്താണ് ദാവീദിൽ കൂടെ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം എന്താണ്? വേറെ എന്തിന്റെ മുമ്പിൽ നമ്മൾ ഇരുന്നാലും അതൊക്കെ ഈ ലോകത്തിൽ തീരുന്നതാ. സ്തോത്രം. വേറെ ഈ ഭൂമിയിലെ എന്തിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും സമയം കൊടുത്താലും അതെല്ലാം ഈ ഭൂമിയിൽ തീരുന്നതാ. പക്ഷെ തീരാത്ത ഒന്നുണ്ട് കേട്ടോ. ഈ പുസ്തകത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ, ഇത് വ്യാഖ്യാന പുസ്തകമാണ്, ഇതിന്റെ മുമ്പിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ സ്തോത്രം ഈ സത്യവേദ പുസ്തകത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ സമയം നിങ്ങൾ വേർതിരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുകൂടെ ദൈവം നമ്മോട് സംസാരിക്കും. പ്രൈസല്ലോ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവനാമത്തിനും ദൈവവചനത്തിനും മുൻ സ്ഥാനം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. പ്രത്യേകിച്ച് വചനം പഠിക്കുന്ന എല്ലാവരും തയ്യാറാകണം വചനത്തിന് സ്ഥാനം കൊടുക്കാൻ.
ഏത് സമയത്തും നമ്മളെല്ലാം ജോലിക്ക് പോകുന്നവരാ. ജോലിക്ക് പോകുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഭാഗം ഒരു A4 പേപ്പറിലോ ഒരു ബുക്കിന്റെ പേപ്പറിലോ എഴുതി അത് നമ്മുടെ ബാഗിനകത്തോ എവിടെയെങ്കിലും വെച്ച് 10-15 മിനിറ്റ് സമയം കിട്ടുമ്പോ ഇതെടുത്ത് വായിക്കണം. വായിക്കുന്നവര് മാത്രമല്ല, പിന്നെയോ ഇത് കേൾക്കുന്നവരും അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ. ഞാൻ ജോലി സ്ഥലത്തായിരിക്കുമ്പോ വൈകിട്ട് കൺവെൻഷനാ. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ എനിക്ക് കിട്ടുന്ന ആ ലഞ്ച് ടൈം ഞാൻ ആഹാരം മാറ്റി വെക്കും. പല ദിവസങ്ങളിൽ ഊണ് കഴിക്കാതെ, കാപ്പി കുടിക്കാതെ, അത്രയും സമയം കൂടെ രാത്രി ജനത്തിന് കൊടുക്കേണ്ട ദൂത് ഞാൻ കണ്ടെത്തും. സ്തോത്രം. എന്നാ എനിക്കൊന്ന് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും കേട്ടോ, ഇന്ന് രാത്രി അത് എന്റെ അടുത്ത് ഇത് കേട്ടുകൊണ്ടിരുന്ന പലരും ഇന്ന് കർത്താവിന്റെ വേലയിലാണ്. സ്തോത്രം. ഇന്ന് ഞാൻ അത് വായിച്ചും ഗ്രഹിച്ചും ആത്മാവിൽ ബൈഹാർട്ടാക്കിയും ഞാന് സ്വന്തമായിട്ട് ഇങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. കാരണം രാത്രി സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കണം. അത് എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് സ്തോത്രം, അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി. പിന്നത്തേതിൽ അവരെല്ലാം വിടേണ്ടത് വിട്ട് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരാനിടയായി. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ, ദൈവത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രസൻസ് ആണ്, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ് ഒരാളിനെ കൂടെ നേടുക എന്ന് പറയുന്നത്. വചനം പറഞ്ഞു, നമ്മൾ വെറുതെ വാചാലന്മാരാകരുത്. എപ്പോഴും നമ്മളെ വിളിക്കുന്നവരാണെങ്കിലും നമ്മളോട് സംസാരിക്കുന്നവരാണെങ്കിലും ഏത് രീതി നമ്മോട് ഇടപെടാൻ വരുന്നവരാണ്, നമ്മൾ എപ്പോഴും വചനം കൊണ്ട് അവരോട് സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ദൈവം നമുക്ക് ചില വിടുതലുകൾ തരുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നോക്കൂ, ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാമോ? ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? എന്താ അവന്റെ രോഗം? ഹിസ്കിയാവിന്റെ രോഗം എന്തായിരുന്നു? എന്താ രോഗം? ഹിസ്കിയാവ് ആരായിരുന്നു? നമുക്കറിയാം അല്ലെ, ഹിസ്കിയാവിനെ പറ്റിയ രോഗം എന്താണ്? ഒരു ചെറിയ പരു. അപ്പൊ ആ പരു അവനെ മരണത്തിലേക്ക് നയിച്ചു. അപ്പോ പണ്ഡിതൻ വിചാരിച്ചു ഹിസ്കിയാവിന്റെ വേദനയായിരിക്കും ദാവീദിന് സംഭവിച്ചത്. നോ. അപ്പോ അടുത്തൊരാൾ പറയുകയാണ്, ഇല്ല, യിരെമ്യാവിനെ കാവൽപുര മുറ്റത്ത് കുഴിക്കകത്ത് ഇറക്കി നിർത്തി ആ കഷ്ടതയായിരിക്കും. അപ്പൊ അദ്ദേഹം പിന്നെയും പരിശോധിച്ചു, അതല്ല. അപ്പോഴാണ് യേശു കർത്താവിൻ രംഗപ്രവേശനം. യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന് 29-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ യെശയ്യാപ്രവാചകൻ പറയുന്ന ഒരു ദൂത് കേൾക്കാം. 5-ാമത്തെ അധ്യായത്തിന് 29-ാമത്തെ വേദാംശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. 29-ാമത്തെ വേദാംശം ഒന്ന് അത് വായിക്കാമോ? അവരുടെ ഗർജനം സിംഹത്തിൻ്റെത് പോലെ ഇരിക്കും. അവർ ബാലസിംഹങ്ങളെ പോലെ ഗർജിക്കും. അവർ അലറി ഇര പിടിച്ചുകൊണ്ടുപോകും, ആരും വിടുവിക്കുകയുമില്ല. ആരും വിടുവിക്കുകയില്ല. യെശയ്യാപ്രവാചകൻ പറയാ, അവര് അലറും, ഗർജിക്കും, ഇര പിടിച്ച് കൊണ്ടുപോകും, ആരും വിടുവിക്കാനില്ല. അവരെ വിടുവിക്കുകയില്ല. എന്താ കാര്യം? അങ്ങനെ യെശയ്യാ പറഞ്ഞ കാര്യം എന്താ? വിടുവിക്കാനായി ഒരുത്തൻ 9-ാമത്തെ അധ്യായത്തിൽ യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നു. എന്താണ് പ്രവചനം? നമുക്കൊരു ശിശു ജനിക്കാൻ പോകുന്നു. സ്തോത്രം. 6-ാം അധ്യായത്തിൽ തുടക്കമിട്ടു. 6-ാം അധ്യായത്തിൽ കെരൂബുകളെ ഇറക്കി വിട്ടു. കെരൂബുകൾ ആരാധനാലയത്തിലേക്ക് ഇറങ്ങി വന്നു. അവിടെ ഉസ്സിയാ രാജാവ് മരിക്കുന്നു. ഉസ്സിയാ രാജാവ് മരിച്ച ശേഷം യെശയ്യാ പ്രവാചകനെ ദൈവം ദൂതുവാഹിയെ എഴുന്നേൽപ്പിക്കുന്നു. 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം ദൈവം പറയുന്ന ദൂതുകൾ അതേപടി ജനത്തിന് കൊടുക്കുവാൻ യെശയ്യാ പ്രവാചകൻ ദൈവം ആ കാലഘട്ടത്തിൽ എണീപ്പിച്ചു. എന്നാ നോക്കൂ, സ്തോത്രം. 5-ാം അധ്യായത്തിലും 7-ാമത്തെ അധ്യായത്തിലും 8-ാമത്തെ അധ്യായത്തിലും 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ പ്രവൃത്തിയും അതിശക്തമായി വെളിപ്പെടുത്തിയ ഒരു പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, യെശയ്യാ പ്രവാചകൻ. ഏത് അധ്യായത്തിലാണ് വന്നത്? പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ അധ്യായത്തിനകത്ത് തുടങ്ങി 9-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവചനം പൂർത്തീകരിക്കുക. 9-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരും. പ്രവചനം എന്താ? പ്രവചനം 9-ാം അധ്യായത്തിൽ ആ അധ്യായത്തിന്റെ പ്രവചനം എന്നറിയാമോ? ആ അധ്യായത്തിൽ ഒറ്റ പ്രവചനമാണ് പ്രവചിച്ചിട്ടുള്ളത്. എന്താണെന്നറിയാമോ? ആ പ്രവചനം, നമുക്കൊരു ശിശു
6-ാമത്തെ വാക്യം 7-ാമത്തെ വാക്യം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ആമേൻ. അവന്റെ ആധിപത്യത്തിന്റെ സ്തോത്രം ദിവസം ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ പ്രവൃത്തിയും ഒരുപോലെ അനുഭവിച്ച അല്ലെങ്കിൽ ജനമാണ്, അല്ലെങ്കിൽ പ്രവാചകനാണ് യശയ്യാപ്രവാചകൻ. അപ്പോ അവിടെ നിർത്തി, യശയ്യാവിൽ നിർത്തിയിട്ട് അടുത്ത് പറയുക, യശയ്യാവോട് തീരുന്നില്ല. അപ്പോഴാണ് കർത്താവിന്റെ മഹത്വമേറി നിറഞ്ഞു നിൽക്കുന്ന വാക്കുകൾ യശയ്യാവിൽ കൂടെ പുറത്തു വരികയാണ്. അപ്പൊ ഇവിടെ വന്നു, മത്തായി സുവിശേഷത്തിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. അതാ ഇവിടെ നമ്മൾ വായിച്ചത്, എന്നെ കൈവിട്ടത് എന്ത്. വായിച്ച് എഴുതിക്ക് 1-2 പദം നമുക്ക് എഴുതാം. പ്രൈസ് ദി ലോർഡ്. 1-2 പദം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന പ്രവാചകം ക്രിസ്തുവിന്റെ ക്രൂശിലെ മൊഴികളിൽ ഒന്നാണ്. അതല്ലാതെ വേറെ ഒന്നും യേശു ഈ സങ്കീർത്തനത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടില്ല. ഈ വചനത്തിലെ ആവർത്തനം, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്ത് എന്ന പ്രവാചകം ക്രിസ്തുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് വളരെ പ്രധാനമുള്ളതത്രേ. അധ്യായം മത്തായി 27:46, മാർക്കോസ് 15:34. അടുത്തൊരു വേദാംശത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. ആവർത്തന പുസ്തകം 10-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവനാകുന്നു നിന്റെ പുകഴ്ച, അവനാകുന്നു നിന്റെ ദൈവം. നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വം ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ തന്നെ. കണ്ടോ? ഇവിടെ വായിച്ചത്, അവനാകുന്നു നിന്റെ പുകഴ്ച. നമ്മുടെ പുകഴ്ച ആരാണെന്ന് അറിയാമോ? നമ്മുടെ പുകഴ്ച സ്വർഗത്തിലെ ദൈവം. ഇനി കഷ്ടതയാണെങ്കിൽ നിങ്ങൾക്കറിയോ, ചില സമയങ്ങളിൽ ഒരു 100 രൂപ പോലും എടുക്കാൻ കഴിയാത്ത ദിവസങ്ങൾ ഈ ദിവസങ്ങളായിരുന്നു. തികച്ചും ഒരു 100 രൂപ പോലും എടുക്കാൻ കഴിയാത്ത ഒരു ദിവസം. അപ്പോൾ ദൈവമേ, എന്റെ പുകഴ്ച നീയാ.
നമ്മളാണ് എന്ത് ചെയ്യും? അന്ന് ആ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കത്തില്ല, ആ ദിവസങ്ങളിൽ ബൈബിൾ വായിക്കത്തില്ല, പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം പള്ളിയിലും പോകും. അതല്ല, നമ്മൾ നന്മ അനുഭവിക്കുകയും പിന്നെ അടുത്തൊരു വാക്യം കൊണ്ടുണ്ടല്ലോ, കഷ്ടം അനുഭവിക്കാനും നമ്മൾ ആരാണ്? നിയോഗിക്കപ്പെട്ടവരാ. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഷാജി പാസ്റ്റർ നിങ്ങൾ കഴിച്ചായിരുന്നോ? ആ പാസ്റ്റർ, നമ്മുടെ പാസ്റ്ററോടും ചോദിക്കാൻ പോലും സമയമില്ല, പിന്നീട് ഇനി പാസ്റ്റർ കാര്യം സാറിനോട്, നമ്മുടെ സാറിനോട് പാസ്റ്ററോട് നമ്മൾ ചോദിച്ചിരുന്ന ആളുകളായി. പാസ്റ്റർ വല്ലതും കഴിച്ചിട്ടുണ്ടോ? അത് എന്റെ പള്ള വീക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യം. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ ആകുന്നു നിന്റെ പുകഴ്ച, അവൻ ആകുന്നു നിന്റെ ദൈവം, നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വവും ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ തന്നെ. ഉറപ്പിക്കുക, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുക. അവൻ തന്നെ, അപ്പുറത്തൊരു ദൈവമില്ല. കാരണം ഞാൻ 3 സ്നാനപ്പെട്ടു, ഇനി ഒരു സ്നാനം ഇല്ല ഇതിനകത്ത്. ഹല്ലേലൂയ. RC, CSI, പെന്തക്കോസ്റ്റ്, ഇതിനപ്പുറത്തൊന്നും ഇന്നില്ല. ഈ ഒറ്റ ദൈവമേ ഉള്ളൂ നമ്മുടെ ദൈവം. പിതാവ് പറ, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമുക്ക് എന്ത് വേണമെങ്കിലും മുട്ടുമടക്ക്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഭംഗിയായി ദൈവം നടത്തും കേട്ടോ. ഉറപ്പായിട്ട് നമ്മുടെ കാര്യാദികളെല്ലാം ഭംഗിയായിട്ട്. എപ്പോഴും ദൈവങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ചെടുക്കേണ്ട കാര്യം എന്നറിയാം. നമ്മുടെ മുഖം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ വാടി ഇരിക്കരുത്. ഒരു ദിവസം പറയുന്നതാണ്, നിങ്ങളുടെ മുഖം എന്ത് ചെയ്യരുത്? വാടി ഇരിക്കരുത്. വാടിയിരുന്ന് ആരെങ്കിലും വല്ലതും തരൂ? ആരും തരത്തില്ല. എപ്പോഴും സന്തോഷമായിട്ട്, ഡബിൾ ഹാപ്പി. കഴിച്ചില്ലെങ്കിലും ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ പറയണം. വെള്ളം കുടിച്ചെങ്കിലും വയറ് നിറച്ചോളണം. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു തുണിയെങ്കിലും എടുത്ത് നല്ല ഇറുക്കി കെട്ടിക്കഴിഞ്ഞാൽ വയറൊക്കെ നല്ല എപ്പോഴും നല്ല ടെമ്പറായിരിക്കും. ഇവിടെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ഒരു അഭിഷത്തിന്റെ പുകഴ്ചയായത് ആരെന്നറിയാമോ? ദൈവം തന്നെയാണ്. എന്നാൽ യെശയ്യാവിന്റെ പുസ്തകം 50-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 50-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ 50-ന്റെ 7 വളരെ വ്യക്തമായിട്ട് പ്രവാചകൻ ഒരു ദൂത് പറയുന്നു. വായിച്ച്. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ ആക്കിയിരിക്കുന്നു? ഒന്ന് പറഞ്ഞേ, നിങ്ങളെ വാ തുറന്ന് പറഞ്ഞേ. എങ്ങനെയാ നമ്മുടെ മുഖം എങ്ങനെ ആക്കിയിരിക്കുന്നു? തീക്കൽ പോലെ. എന്ത് അയ്യോ, തങ്ങന്മാര് കൈ ഇങ്ങനെ കൊടുത്തിരിക്കുക, എനിക്ക് ഉറക്കം വരും. വെറുതെ ആന്റി മാറി, ആന്റി കൈ വെച്ചു. എങ്ങനെ ഇരിക്കണം? നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കണം? തീ കനൽ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ തീക്കനൽ? നമ്മുടെ വീട്ടിനകത്ത് വെക്കുന്ന ചെറിയ ചുള്ളിയുടെ കനലൊന്നും അല്ല. ആണോ? അതൊന്നും അല്ല കനൽ. കനൽ സൂര്യ അസ്തമിക്കുമ്പോഴും ഉദിക്കുമ്പോഴും വരുന്ന ഒരു തേജസ് ഉണ്ട്. കണ്ടിട്ടുണ്ടോ? തീഗോളമാകും, തീഗോളം. ആ ഗോളം പോലെ ഇരിക്കണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവപൈതലിന്റെ മുഖം. കണ്ടോ? അവിടെ പറഞ്ഞു യഹോവയായ കർത്താവ്. നിങ്ങൾ ഇതെല്ലാം എഴുതി വെച്ചോളണം കേട്ടോ. നിങ്ങളെല്ലാം ഇതെല്ലാം എഴുതി നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് ഹൃദയത്തിന്റെ ഒരു പലകയിൽ എഴുതി പിടിപ്പിക്കണം. 3 നേരം നമ്മൾ ഉരുട്ടി കഴിച്ചോണ്ടിരുന്ന നമുക്ക് ഒരു നേരം പോലും കഴിക്കാനില്ലാതെ നമ്മൾ
കോരി കുടിക്കേണ്ട അവസ്ഥ വന്നാലും പറയണം, ഞാൻ ലജ്ജിക്കത്തില്ല. എന്റെ കർത്താവിന്റെ ഉപനിധി അവസാനത്തോടെ എന്നെ നിർത്താൻ അവൻ ശക്തൻ. ഹല്ലേലൂയ. മനുഷ്യൻ എന്നോട് പറ എന്ത് ചെയ്യും? ആ ഒരു തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. സ്തോത്രം. ആരുമില്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവിന്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ പേടിക്കത്തില്ല. മനുഷ്യൻ എന്നോട് പറ എന്ത് ചെയ്യും? ഞാൻ ഇന്ന് രാവിലെ ഒരാളോട് പറഞ്ഞു, ആഹാരം കഴിക്കാനും പ്രാർത്ഥിക്കാനും അല്ലാതെ ബാക്കി നിങ്ങൾ പറ, അല്ലാതെ വാ തുറക്കരുത്. രാജസ് പറയാ, വാ തുറക്കരുത്. കറക്റ്റ്. ആഹാരം കഴിക്കാനും സഖി കേട്ട് രാവിലെ പറഞ്ഞതാ, ആഹാരം കഴിക്കാനും പ്രാർത്ഥിക്കാനും അല്ല എന്ത് ചെയ്യരുത്, തുറക്കരുത് വാ. പ്രാർത്ഥിക്കട്ട? ഓ പ്രാർത്ഥിച്ചു. ഒരു ആശീർവാദം കൂടെ പറഞ്ഞു. ആളിവിടെ അല്ല, ആൾ രണ്ടല്ല, ആശീർവാദം കൂടെ പറഞ്ഞു. സ്തോത്രം. എന്നിട്ടൊക്കെ പാസ്റ്റർ ഇന്ന് വിളിക്കണ്ടേ? ആശീർവാദം പറഞ്ഞല്ലോ, ഇന്ന് വിളിക്കണ്ട, നാളെയും വിളിക്കണ്ട, ഒരു മാസം കഴിഞ്ഞ് വിളിച്ചാൽ മതി. എപ്പോ വിളിച്ചാലും കുറെ പരാതികളെ പറയാവുള്ളൂ. എന്റെ പൊന്നെ, പരാതി കേട്ട് ഒരു ചെവി ഇതായി, ഈ മൊത്തം വേദനയായി, വാ തുറക്കാൻ വയ്യാതായി, ഇപ്പുറത്തെ ഫോൺ വെച്ചു ഇവിടെയും വാ തുറക്കാൻ വയ്യാതായി, എന്തെല്ലാം പാടുപെട്ടെന്നറിയാം. എന്റെ പൊന്നെ തങ്ങാൻ വേണ്ടി പരാതി നിർത്ത്, വചനത്തിലേക്ക് വാ. പരാതി നിർത്ത്. നമ്മുടെ കർത്താവ് പരാതിയുടെ കർത്താവ് അല്ല. വിട്ടേക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരാളെങ്കിലും എന്നെ ചീത്ത വിളിക്കാതിരുന്ന ദൈവം ഇല്ലെന്നാ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കൃപയാൽ എല്ലാ ദിവസവും പള്ളുവിളി കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കും, നമ്മളെ കേൾക്കാതെ തന്നെ പലരും വിളിക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചത്, പ്രൈസ് ദി ലോർഡ്, 7-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. 7-ാമത്തെ വാക്യം. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതിന്റെ മുകളിലത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചു കൊടുത്തു. നോക്കിക്കേ, അവിടെ യേശു കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ കൂടെ ഉള്ള വാക്കാണ് അവിടെ നമ്മൾ വായിച്ചത്. നമുക്കറിയാം, ഷണ്ണൻ വായിച്ചു കൊണ്ടുപോയ അധ്യായം എന്ന് കേട്ട് കഴിഞ്ഞാൽ യെശയ്യാവിന്റെ പുസ്തകം എത്ര അധ്യായം എന്നറിയാമോ? ഷണ്ണൻ തേരിൽ വായിച്ചു കൊണ്ടുപോയ അധ്യായം എത്ര അധ്യായം എന്നറിയാമോ? ഹലോ, നമ്മുടെ BTH എത്ര അധ്യായം വായിച്ചുകൊണ്ട് പോയേ? തിരിക്കൽ വയ്ക്കേണ്ടത് എത്ര അധ്യായം വായിച്ചുകൊണ്ട് പോയത്? നമ്മുടെ CTH അതെ, ചിരിച്ചു. പറഞ്ഞ ഉടനെ ചിരിക്കും. പറഞ്ഞേ, എത്ര അധ്യായം വായിച്ചുകൊണ്ട് പോയത്? പൊന്നെ, 53-ാമത്തെ അധ്യായം. യേശു കർത്താവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും വീണ്ടും ജനനത്തെക്കുറിച്ചും വായിച്ചു കൊണ്ടുപോകുന്ന അധ്യായം യെശയ്യാവ് 53. 50-ാം അധ്യായത്തിൽ തുടങ്ങി 53-ാം അധ്യായത്തിലായപ്പോ യേശുവിന്റെ കഷ്ടത തീരുകയാണ്. ആ പുസ്തകം വായിച്ചുകൊണ്ട് പോയപ്പോഴാണ് നടുമുറ്റത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന, കുട്ടികളുമായി കളിച്ചുകൊണ്ടിരുന്ന ഫിലിപ്പോസിനെ സ്വർഗത്തിലെ ദൈവം എണീറ്റ് നടക്കാൻ പറഞ്ഞു. കുറച്ചുകൂടി നടന്നു. ഓടാൻ പറഞ്ഞു. കുറച്ചു ദൂരം ഓടി. ഈ വേഗത പോരാ. ആമേൻ. കുറച്ചുകൂടി സ്പീഡ് കൂട്ടാൻ പറഞ്ഞു. കുറച്ചുകൂടി സ്പീഡ് കൂട്ടി. താൻ അവിടെ ചെന്നപ്പോ തന്റെ ഉള്ളംകാലില് തൊലിയൊന്നുമില്ല. കാരണം ഓടുന്ന സ്ഥലം ടാറട്ടർ റോഡൊന്നുമല്ല. ആമേൻ. ഇന്നത്തെ പോലെ ടാറോ അല്ലെങ്കിൽ ഇന്നത്തെ പോലെ നല്ല മിനുസബിൾ റോഡല്ല. ഒരു വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഫിലിപ്പോസിന്റെ കാലിന്റെ അടിഭാഗം, പാദം മുഴുവനും തൊലി ഉരിഞ്ഞു പോയെന്ന. സ്തോത്രം. എന്തിനാ ഓട്ടിച്ചതെന്നറിയാമോ? എന്തിനാ ഓട്ടിച്ചത്? ആ ബ്ലഡുമായിട്ട് ഓടി തേരോടെ ചേർന്ന് നടക്കാൻ പറഞ്ഞു. നടന്നു. അടുത്ത പരിപാടി, യേശു കർത്താവ് ഇന്നത്തെ കുറിച്ചുള്ള ബോധ്യ ക്ലാസ് എടുക്കാനാണ്
എന്ന് ഓടാൻ പറഞ്ഞത്. എന്നാൽ തിരിച്ച് അവനെ സ്നാനപ്പെടുത്തിയ ശേഷം ഫിലിപ്പോസ് ഓടിയോ? പറ, ഓടിയോ? ഇല്ല. ഫിലിപ്പോസിനെ ദൈവാത്മാവ് എടുത്തുകൊണ്ടുപോയി. ദൈവത്തിന് വേണ്ടി നീ ഓടിയാൽ, ദൈവത്തിന് വേണ്ടി നീ ഓടിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സ്തോത്രം. ഉറപ്പായിട്ട് വിശ്വസിക്ക്. എനിക്കിന്ന് സാക്ഷ്യം പറയാൻ കഴിയും. ഞാൻ നടന്നു പോയ, സൈക്കിളിൽ പോയ അനേക ഇടങ്ങളിൽ ഇന്ന് കർത്താവ് തന്ന നേത്തരമായ വാഹനങ്ങളിൽ പോകാൻ സ്വർഗ്ഗം എനിക്ക് അവസരം ഒരുക്കി. കാരണം എന്നും നീ ഓടണ്ട, എന്നും നിന്റെ ജീവിതത്തിൽ പരാജയമല്ല, എന്നും കഷ്ടതയല്ല, എന്നും വേദനയല്ല. ഒരു ദിവസം എന്റെ മുഖത്തെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്നിന്ന് രാത്രി ആ ദൂത് പറഞ്ഞു മാറുകയാണ്. അപ്പോ യെശയ്യാവിന്റെ പുസ്തകം മറന്നു പോകരുത് കേട്ടോ. ഞാൻ എടുത്ത പരീക്ഷയ്ക്ക് ഞാൻ ഈ അധ്യായം ചോദിക്കും. യേശുവിന്റെ കഷ്ടാനുഭവം ചിന്തിച്ച അധ്യായം ഞാൻ ചോദിക്കും. BTH രക്ഷപ്പെട്ടു എങ്കിലും സങ്കീർത്തനത്തിന്റെ പരീക്ഷ എഴുതിയില്ലേ പറ്റും. സ്തോത്രം. വിടത്തില്ല. അങ്ങനെ പറയാ, വാസ്തുവിന് എന്ത് പറഞ്ഞാൽ ഈ ഒരു വർഷം കൂടെ ത്യാഗില്ലേ, എങ്ങനെയായാലും ഞാൻ ഇവിടെ കാണും. വിടത്തില്ല, ഞാൻ വരും. സ്തോത്രം. അടുത്ത അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ എഴുതിക്കോളൂ അടുത്ത അധ്യായം. യെശയ്യാവിന്റെ പുസ്തകം 53:2 41:4 41:4 41:4 അവിടെ ഒരു 3 പദം തരാം. 3 പദം. ഒന്ന് പുകഴ്ച, ഒന്ന് പുകഴ്ച. 2 ആത്മശക്തി, ആത്മശക്തി. 3 ആത്മീക കൃപാവരങ്ങൾ. അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾ കടന്നു വരുമ്പോൾ കൃപാവരങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്ന് എഴുതി എനിക്കൊരു അസൈൻമെന്റ് പോലെ വാട്സപ്പിൽ ഇടുക. എന്നിട്ട് ആ പേപ്പർ സൂക്ഷിച്ചു വെക്കുക. എഴുതുന്നവരെ ശ്രദ്ധയ്ക്ക് എല്ലാവരും A4 എഴുതുക. കൃപാവരങ്ങൾ എത്ര? ഈ 3 പദങ്ങളാണ് ഈ 2 വാക്യത്തിനകത്ത് തന്നിരിക്കുന്നത്. അടുത്ത് ലൂക്കായുടെ സുവിശേഷം 23:35. 23:35 എഴുതിക്കോളൂ. ക്രിസ്തു അനുഭവിച്ച പരിഹാസവും ഇത് തന്നെ. ക്രിസ്തു അനുഭവിച്ച പരിഹാസവും ഇത് തന്നെ. പരിഹാസത്തിന്റെ ഭാഗമായി ആണ് സ്വയം രക്ഷിക്കാൻ യേശുവിനോട് പറഞ്ഞത്. 23 ലൂക്ക 23:35. മത്തായി 27:43. ആമോസ് 4:1. ആമോസ് 4:1. 1 രാജ 14:11. 14:11. 16:4. 21:19. യെശയ്യാവ് 59:6. 6 മുതൽ 14 വരെ. സങ്കീർത്തനം 69:3. യെശയ്യാവ് 53:5.
ഇയ്യോബ് 23:21, സങ്കീർത്തനം 102:5, മത്തായി 27:35, ലൂക്ക 23:34, മാർക്കോസ് 15:24, സങ്കീർത്തനം 50:14, 61:8, 66:13, 116:14 മുതൽ 19 വരെ. നാൽപ്പതിന്റെ 9 മുതൽ 10 വരെ, 35:18, 9:7, 93:1. ഇനി 21 മുതൽ 31 വരെയുള്ള 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഒരാളിന് ശബ്ദമുയർത്തി വായിക്കാമല്ലോ? സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പിൻ. യാക്കോബിന്റെ സകല സന്തതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രയേലിന്റെ സർവ്വസന്തതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവിൻ. അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തന്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കിൽ നിന്ന് വരുന്നു. അവന്റെ ഭക്തന്മാർ കാണെ ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും. എളിയവർ തിന്നു തൃപ്തരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയിലേക്ക് തിരിയും. ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും. തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. 22-ാമത്തെ വാക്യം മുതൽ 31-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്ന ഒരു തലമുറയുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന വാക്കുകൾ ദാവീദ് രാജാവിന്റെ വായിൽ നിന്ന് പുറപ്പെടുകയാണ്. അവിടെ ഇങ്ങനെയാണ് താൻ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകൾക്കും 1000 അർത്ഥങ്ങൾ അവിടെ വ്യാഖ്യാനിക്കുന്നു. ഒന്ന് 24-ാമത്തെ വാക്കിലേക്ക് നമ്മൾ വരുമ്പോ അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, അവൻ വെറുത്തതുമില്ല. സ്തോത്രം. തന്റെ മുഖം അവന് മറച്ചതുമില്ല. നോക്കിയേ, താൻ അവിടെയും ദൈവത്തെ പുകഴ്ത്തുകയാണ്. സ്തോത്രം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാം ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും മനുഷ്യൻ നമ്മെ വെറുക്കും, ഉറപ്പായിട്ട്. ഇന്ന് ചിരിക്കുന്നവരെന്നും നാളെ നമ്മുടെ കഷ്ടതയിൽ ഉണ്ടാകണമെന്നില്ല, എല്ലാം പോകും. പക്ഷേ അവിടെയും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ. ആ വാക്യം അറിയാമോ? ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി വിടുകയില്ല. ഈ വാക്യമാണ് എന്നെ പലപ്പോഴും പിടിച്ചു നിർത്തിയത്.
പലപ്പോഴും ഞാൻ ദൈവത്തോട് പറയുമ്പോഴും എന്നോട് ദൈവം സംസാരിക്കുന്നവർ പാർക്കുക. ഞാൻ ഒരു നാളും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കർത്താവിനോട് പറ്റിയിരിക്കുമെങ്കിൽ, ആ ദൈവത്തോട് നമ്മൾ പറ്റിയിരിക്കുമെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് രാത്രി ആമേൻ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെല്ലാം രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും വചനം പ്രസംഗിക്കുന്നവരും എന്നെക്കാൾ വിദ്യാഭ്യാസമുള്ളവരുമാണ്, വിവരമുള്ളവരുമാണ്. ഒരു കാര്യം ഞാൻ പറയാം, അതിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അളവില്ലാത്ത നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത മേഖലയിൽ കൂടെ എല്ലാം നാം നടന്നു പോകേണ്ടി വരും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയാത്ത മേഖല എന്ന് പറയുമ്പോൾ അനുഗ്രഹങ്ങളല്ല, ചിന്തിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. കാരണം ദൈവത്തോട് നമ്മൾ അടുക്കുമ്പോൾ, ദൈവത്തോട് നമ്മൾ പറ്റിയിരിക്കുമ്പോൾ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അവിടെയും സങ്കീർത്തനം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. സ്തോത്രം. അതാണ് ഇവിടെ നമ്മളിവിടെ വായിച്ച സങ്കീർത്തന ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം. ദൈവപൈതലെ, കഷ്ടതയുടെ നടുവിലും ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. 1-2 വാക്ക് നിങ്ങൾ എഴുതിക്കൊള്ളൂ. സങ്കീർത്തനം 9:7, 93:1. ഭൂമിയിലെ പുഷ്ടിയുള്ളവർ അഥവാ ഭൂമിയിലെ കഴുകന്മാർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്ന വ്യക്തമല്ല, മാത്രവുമല്ല അടുത്തത് വലിയ പുഷ്ടിയുള്ളവർ എന്നതിന് പകരം ഈ പദത്തെ അഹങ്കാരികൾ എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ഒരു സന്തതി എന്ന പരിഭാഷ തെറ്റാണ്. സന്തതി എന്ന ബ്രാക്കറ്റിൽ സന്തതി എന്നുള്ളത് ഇതിനുള്ള മൂലപദമാണ് സന്തതി, പരമ്പര, വരും തലമുറകൾ, വരും തലമുറകൾ എന്ന അർത്ഥത്തിലാണ് യഹോവയെ സ്തുതിക്കുന്നത്. തന്റെ തലമുറയിലെ ഭക്തന്മാരുടെ മരണത്തോടെ അവസാനിക്കുന്നില്ല. അത് തലമുറയോളം
തുടരും എന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അത് തലമുറയോളം തുടരും എന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് 22-ാമത്തെ അധ്യായത്തിനകത്ത്